അപ്പോൾ ഒരു പുതിയ വീഡിയോ കണ്ടാലോ. നമ്മുടെ സൗദി അറേബ്യയിലെ എൻ്റർടൈൻമെൻറ്റ്സ് ഒക്കെ പൊതുവെ കുറവാണെന്നറിയാലോ മറ്റ് GCCയെ സംബന്ധിച്ച് നോക്കുമ്പോൾ. അപ്പോൾ നമ്മുടെ നാട്ടിൽ നമ്മൾ ഇൻസ്റ്റാഗ്രാമൊക്കെ നോക്കുമ്പോൾ കണ്ടിട്ടില്ലേ, നിങ്ങൾക്ക് ഫാമിലി ആയിട്ടും ഫ്രണ്ട്സായിട്ടും വന്ന് അടിച്ച് പൊളിക്കാൻ ഒരു ദിവസം ഇങ്ങനത്തെ ഒരു ചെറിയൊരു ഫാം സെറ്റപ്പ് കാര്യങ്ങളൊക്കെ. അതുപോലെയുള്ളൊരു സംഭവം നമ്മുടെ സൗദിയിലും ഉണ്ട് കേട്ടോ. നമ്മളതിനെ തോട്ടം എന്നും അതുപോലെ ഫാം ഹൗസ് എന്നൊക്കെ തന്നെയാണ് കേട്ടോ ഇവിടെയും പറയുന്നത്. ഇപ്പോൾ 500 റിയാൽ മുതൽ നമുക്ക് അവൈലബിൾ ആണ്. 500 റിയാൽ എന്ന് പറയുമ്പം ഒരു ഫുൾ ഫാമിലിക്ക് നമുക്ക് ജസ്റ്റ് ഒന്ന് ചിൽ ഔട്ട് ചെയ്യാൻ ഉള്ളൊരു സെറ്റപ്പ് മാത്രമേ കാണുള്ളൂ. 1000 റിയാലിൻ്റെ ഉണ്ട്, അതിൽ കൂടുതലൊക്കെ ഉണ്ട്. അതാകുമ്പം അവേഴ്സ് കൂടും, പിന്നെ അഡ്വാൻറ്റേജ് അങ്ങനെ അത് സംഭവങ്ങൾ ഒരുപാടുണ്ടാവും അതിനകത്ത്. അപ്പോൾ അങ്ങനെ ഒരു തോട്ടം കാണാനാണ് കേട്ടോ നമ്മൾ വന്നേക്കുന്നത്. ഇവിടെ പൊതുവെ വീക്കെൻഡ് ആകുമ്പോഴാണ് ഇങ്ങനത്തെ തോട്ടം എടുക്കുക കേട്ടോ. ചിലർ ഫാമിലി ആയിട്ടും ഫ്രണ്ട്സായിട്ടൊക്കെ ഷെയർ ചെയ്തൊരു തോട്ടം എടുക്കാറുണ്ട്. അപ്പോൾ നമുക്ക് ഗ്രില്ല് ചെയ്യാനും അവിടെ കിടന്നുറങ്ങാനും കളിക്കാനും കുട്ടികൾക്ക് സ്വിമ്മിങ് പൂൾ അതെല്ലാം ഉണ്ട്. ഇതിപ്പോൾ ഞങ്ങളൊരു ഫാമിലി, ഞാനും ചേട്ടനും കുട്ടികളും മാത്രമായിട്ടുള്ളൊരു ഫാമിലി ഒന്ന് ചിൽ ഔട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് വന്നതാണ് കേട്ടോ. അപ്പോൾ ഞാൻ ഈ സ്പേസൊക്കെ നിങ്ങൾക്കൊന്ന് കാണിച്ചു തരാം. എന്താ ചെറിയൊരു സ്വിമ്മിങ് പൂളാണ് ഉണ്ടായിരുന്നത്. ഇപ്പോൾ ഇവിടെ ഭയങ്കര തണുപ്പാണ്, പക്ഷെ അതുകൊണ്ട് തന്നെ ഒരു ചെറിയ വാം വാട്ടർ ഫില്ല് ചെയ്ത് തരാമെന്ന് പറഞ്ഞിട്ടുണ്ട്. പിന്നെ അകത്ത് കയറി കഴിഞ്ഞ് ഇങ്ങനത്തെ സെറ്റപ്പൊക്കെ ഉണ്ട്. നമുക്ക് വേണമെങ്കിൽ കുക്ക് ചെയ്യാം, പക്ഷെ ഞങ്ങൾ ഫുഡ് ഓൾറെഡി വാങ്ങിച്ചിട്ടാണ് വന്നിട്ടുള്ളത്. അപ്പോൾ കുക്ക് ചെയ്യാനൊന്നും നിൽക്കുന്നില്ല, നമ്മളിവിടെ ഇരുന്ന് കഴിക്കുകയാണ് ചെയ്യുന്നത്. നമ്മൾ പുറത്തുനിന്ന് വാങ്ങിച്ചിട്ട് വന്നിട്ടുണ്ട്. ഇതൊക്കെയാണ് അതിൻ്റെ സെറ്റപ്പ് കേട്ടോ. പിന്നെ TV കാണുന്നവർക്ക് അതിനുള്ള സെറ്റപ്പും കാര്യങ്ങളും എന്താ പറയുക എല്ലാം ഉണ്ട്. അതായത് എല്ലാ ഫെസിലിറ്റിയോടും കൂടെ നമുക്കിവിടെ നിൽക്കുമ്പോൾ ഇവിടെ നിന്ന് പോകാൻ തോന്നില്ല. ഇതാണ് ഇവിടുത്തെ തോട്ടം നോക്കുന്ന, ഈ തോട്ടം നോക്കുന്ന വ്യക്തിയാണ് കേട്ടോ. അപ്പോൾ നമുക്കിതൊക്കെ അകത്ത് കയറാനും കാണാനൊക്കെ കാണിച്ചു തരികയാണ് പുള്ളിക്കാരൻ ചെയ്യുന്നത്. അതായത് TV കണ്ടിരിക്കാനും വർത്തമാനം പറയാനൊക്കെയുള്ള സെറ്റപ്പാണ്. ഒരു 2-3 ഫാമിലി കുറഞ്ഞത് ഫ്രണ്ട്സിൻ്റെ ഒക്കെ ഉണ്ടെങ്കിലാണ് കുറച്ചുകൂടെ നമുക്ക് ചിൽ ഔട്ട് ചെയ്യാൻ പറ്റുന്നത് കേട്ടോ. ഇപ്പം ഞങ്ങൾ ജസ്റ്റ് ഒറ്റയ്ക്ക് വന്നിട്ടുള്ളൂ, ചേട്ടൻ്റെ ഫ്രണ്ട്സിൻ്റെ ഫാമിലീസ് ആരും ഇവിടെ ഇല്ല. അപ്പോൾ ഞങ്ങൾ ജസ്റ്റ് ഒറ്റയ്ക്ക് വന്നതേ ഉള്ളൂ. പിന്നെ ഇതൊരു ചെറിയ നമുക്ക് ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ടുള്ള ഫാമാണ്. നമുക്ക് സ്വിമ്മിംഗ് പൂൾ വേണമെന്നുണ്ടായിരുന്നു, അത്യാവശ്യം സ്പേഷ്യസ് ആയിട്ടുള്ള ഒരു ബെഡ്റൂം വേണമെന്നുണ്ടായിരുന്നു, ഒരു ഗാർഡൻ വേണമെന്നുണ്ടായിരുന്നു. ഗാർഡൻ നിങ്ങൾ കയറിപ്പിന്നെ കണ്ടില്ലേ, സൂര്യകാന്തി പൂവ് എത്ര വലുതായിട്ടിരിക്കുന്നത്. പിന്നെ ഇതാണ് ബെഡ്റൂമിലെ സെറ്റപ്പുകൾ കേട്ടോ. അടിപൊളിയാണ് കാണാൻ. ഇതിൻ്റെ റേറ്റ് വന്നിട്ട് 500 റിയാലേ ഉണ്ടായിരുന്നുള്ളൂ കേട്ടോ. അപ്പോൾ ഇത്രയേ ഉള്ളൂ. ഇഷ്ടപ്പെട്ടോ?